ഇപ്പോൾ എന്തായാലും മഴ മാറി നിൽക്കുകയാണ്. എന്തായാലും ഇന്നലെ രാത്രി മുതൽ മഴ വീണ്ടും വന്നിരിക്കുകയാണ്. അതായത് കാലവർഷം സജീവമാകുന്നു എന്ന മുന്നറിയിപ്പ് വന്നിരുന്നു. അത് ഇന്നു മുതൽ ആയിരുന്നു മുന്നറിയിപ്പ് ലഭിച്ചിരുന്നത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ മഴ മുന്നറിയിപ്പ് ഇല്ലെങ്കിൽ പോലും നാളെ മുതൽ ഇടവിട്ട് അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ട്. അതുതന്നെയാണ് ഇന്നലെ രാത്രി മുതൽ നമ്മൾ കണ്ടത്. അതായത് ഇടവിട്ട് അതിശക്തമായ മഴ ഉണ്ടാകും. ഇന്ന് രാവിലെ വരെ മഴ പെയ്തിരുന്നു. എന്തായാലും നിലവിൽ അത്തരം പ്രശ്നങ്ങൾ, മഴ മൂലമുള്ള പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് നാളെ മുതൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകും. ഒപ്പം തെക്കൻ പ്രദേശത്ത് മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 14-ാം തീയതി മുതൽ, അതായത് ഈ വെള്ളിയാഴ്ച മുതൽ കാറ്റിൻ്റെ വേഗത കൂടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിലേക്ക് വലിയ രീതിയിൽ കാറ്റ് ശക്തി കൂടും. അതുകൊണ്ട് തന്നെ തീരമേഖലയിലുള്ളവർ അതിശക്തമായ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നീട് നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം, നഗരപ്രദേശങ്ങളിലെല്ലാം ഈ കാറ്റ് മൂലമാണ് വലിയ നാശം മഴക്കാലത്തുണ്ടാകുന്നത്. ഈ മരങ്ങൾ കടപുഴകിയും ഒടിഞ്ഞും വീണുള്ള അപകടങ്ങൾ നമ്മൾ പലതവണ അതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞതാണ്. എന്തായാലും അതിന് മുൻപ് തന്നെ, അതായത് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുൻപാണ് ഇതുമൂലം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും റെയിൽപാളങ്ങളിലേക്ക് പോലും മരം കടപുഴകി വീഴുന്ന കാഴ്ചകൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മരങ്ങൾ വെട്ടിമുറിച്ച് മാറ്റുന്ന പ്രവർത്തനങ്ങളിലേക്ക് KSEB കടന്നിരുന്നു. കാരണം കഴിഞ്ഞ 2 ആഴ്ച മുമ്പുണ്ടായ മഴക്കെടുതിയിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് KSEBക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു മുന്നൊരുക്കം അവർ നടത്തിയിട്ടുണ്ട്. അത് എത്രമാത്രം ഫലവത്താണ് എന്നുള്ളതാണ്. ഇനി ഒരു പരീക്ഷണ കാലഘട്ടമാണ്. കാരണം വെള്ളിയാഴ്ച മുതൽ വലിയ കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ കഴിഞ്ഞ മഴയ്ക്കൊക്കെ നമ്മൾ കണ്ടതാണ് റോഡുകളിലേക്കൊക്കെ മരങ്ങൾ വലിയ രീതിയിൽ കടപുഴകി വീഴുന്നത്, റെയിൽവേ പാളങ്ങളിലേക്കൊക്കെ. അപ്പോൾ അന്ന് മുറിച്ചു മാറ്റാൻ സാധിക്കാത്ത മരങ്ങളൊക്കെ ഈ ഒരു സമയത്തിനുള്ളിലെങ്കിലും മാറ്റിയിട്ടുണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിക്കാം അല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം അത്രമാത്രം രൂപയുടെ നഷ്ടമാണ് പ്രത്യേകിച്ച് ഈ KSEB അന്ന് നേരിട്ടത്. അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായാലും അത് നമ്മൾ കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തീരദേശ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അത് കൃത്യമായി പാലിക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട്. കാരണം ഇത്തരത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശമുള്ളപ്പോൾ മത്സ്യബന്ധനത്തിന് പോകുന്നത്, ചെറുവള്ളങ്ങൾ മാത്രമേ ഇപ്പോൾ പോകാൻ കഴിയൂ. ആ ചെറുവള്ളങ്ങളിൽ പോകുന്നത് അത് ജാഗ്രതാ നിർദ്ദേശം എങ്ങനെയാണോ അത് പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കണം എന്നുള്ളതുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതായത് ഈ മത്സ്യബന്ധനത്തിന് പോയ ആളുകൾ മടങ്ങി എത്താത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി പാലിക്കണം. കാരണം കാലവർഷം സജീവമാകുകയാണ്. എന്തായാലും വടക്കൻ കേരളത്തിലാണ് മഴ അതിശക്തമായി സാന്നിധ്യം അറിയിക്കാൻ പോകുന്നത്. ശേഷം തെക്കൻ കേരളത്തിലും ഇടവിട്ട് ശക്തിയായി മഴ നാളെ മുതൽ ഉണ്ടാകും. തുടർന്ന് 7 ദിവസം മഴയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് നിലവിൽ മുന്നറിയിപ്പുള്ളത്.